അവർ തരുന്ന കാശിന് അവർ പറയുന്ന ചില പേരുകൾ വെക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 800 കോടി രൂപ വേണ്ടാന്ന് വെക്കണോ? ആ 800-ൽ 600 കോടി ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ 403 കോടി രൂപയും കിട്ടിക്കഴിഞ്ഞു. 400 കോടി 60-40 ആണ്. 60% കേന്ദ്രവും 40% നമ്മളുമാണ്. ഇതിലിപ്പോൾ 1476 കോടി രൂപയിൽ 950 കോടി രൂപ ഇപ്പം കിട്ടും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2020 വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു. ഇവിടെ ഹിന്ദുത്വ ആശയം അടിച്ചേൽപ്പിക്കാൻ പോകുന്നു. ഇത് പിണറായിയും മോഡിയും കൂടി നടത്തിയ ഗൂഢാലോചനയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാഴ്ചക്ക് മുമ്പേ പോയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ 2 വകുപ്പുകൾ മുമ്പ് തീരുമാനിച്ച കാര്യം ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടല്ലേ? അന്നേരം ഇവരാരും ക്യാബിനറ്റിലുണ്ടായിരുന്നില്ലേ? രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ എന്ന് പറയുന്നത് റൂസ എന്ന് പറയുന്ന പദ്ധതിയാണ്. റൂസ മാറ്റി PM ഉഷയാക്കുന്ന സമയത്തും ഇവരൊക്കെ ക്യാബിനറ്റിലില്ലേ? അന്നേരം എന്താ ഒന്നും പറയാണ്ടിരുന്നത്? ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോബ്രാൻഡിങ്ങായി പേര് മാറ്റി ഈ കാശ് വാങ്ങുന്ന സമയത്ത് അതിലും ഇവരൊക്കെ ക്യാബിനറ്റിലില്ലേ? എന്താ ശിവൻകുട്ടി ചെയ്തിട്ടുള്ളൊരു തെറ്റെന്ന് പറയാൻ ഇതിൻ്റെ അകത്തുള്ളത്? അത് ചൂണ്ടിക്കാണിക്കട്ടെ. അവസാനത്തെ കാര്യം, ഇതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്ക ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്കുണ്ടെങ്കിൽ ആ ഘടകകക്ഷിയുടെ ആശങ്ക മാറ്റി മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കൂ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറഞ്ഞ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ബിനോയിയുടെ ഇത്തരം പരാമർശങ്ങൾ ആവശ്യമായിരുന്നോ എന്നുള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ. അത് അവർ പറയട്ടെ. എല്ലാം ഇത് ആദ്യ തത്വത്തിൽ അംഗീകരിച്ച് ക്യാബിനറ്റ് തീരുമാനിച്ച് 2 വകുപ്പ് വാങ്ങിക്കഴിഞ്ഞില്ലേ? ഈ വിഷയത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരിക്കുമെന്ന ആശങ്കയൊക്കെ ഉണ്ട്. അതിൽ കൃത്യമായ ചർച്ചയില്ലാതെ ഒപ്പിട്ടു എന്നുള്ളതാണ്. അതിൽ CPIക്ക് മാത്രമല്ല, ഈ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി 21-ാം തീയതി പറഞ്ഞത് LDF-ൽ ചർച്ച ചെയ്യുന്നുള്ളതാണ്. പക്ഷേ 16-ാം തീയതി തന്നെ ഒപ്പിട്ടിട്ടുണ്ട്. ഈ ജനറൽ സെക്രട്ടറി പോലും അത് അറിഞ്ഞിട്ടില്ല. ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാശ് വാങ്ങിയിട്ടുള്ളത്. അതും ഈ NEP ഈ വിഷയമല്ല ഞാൻ പറയുന്നത്. അതിലും ഈ NEP ഉണ്ട്. NEPയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ ഒരു പരിതസ്ഥിതിയിലും ഞങ്ങൾക്ക് കഴിയില്ല. പ്രത്യേകിച്ച് കരിക്കുലത്തിൻ്റെ കാര്യത്തിലേക്കാണ് അവർ കടക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. ആ കരിക്കുലവുമായി ബന്ധപ്പെടാതെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് PM ഉഷ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയത്. MA ബേബി ഈ PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരുന്നു, അങ്ങനെയാണോ? എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് 16-ാം തീയതി ഒപ്പിട്ടിട്ടുണ്ട്. 16-ാം തീയതി ഒപ്പിട്ടു. 21-ാം തീയതി MA ബേബി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ വിഷയം നടപ്പിലാക്കുന്നതിന് മുൻപ് എല്ലാ ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ്. ഒപ്പിട്ട കാര്യം അറിയാത്തത് കൊണ്ടാണല്ലോ ഈ ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശിവൻകുട്ടിക്ക് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഇക്കാര്യത്തിൽ നോക്കേണ്ടതില്ല. കാരണം തത്വത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2 വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആവിഷ്കൃത സ്കീമുകളിലെ 60-40 പ്രകാരം വാങ്ങിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക തീർത്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ചർച്ച ചെയ്ത് ഒരു കോൺസെൻസസിലെത്തി മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പിട്ടതെന്ന് വെച്ചാൽ ഒപ്പിട്ടതിനൊരു പുതുമയില്ലാന്നേ. കാരണം ഇത് പറഞ്ഞു വരുന്നത് നേരത്തെ ആരോഗ്യ വകുപ്പിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഫണ്ട് വാങ്ങി, അതുകൊണ്ട് അതിന്റെ ഒരു തുടർച്ചയായതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. അല്ല, അതിന് അതായത് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും രൂപപ്പെടാത്ത എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ
ആ ആശങ്ക മാറ്റിയിട്ടേ ഈ പദ്ധതി നടപ്പിലാക്കൂ എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറഞ്ഞത്. ഇതിൽ പ്രത്യേക ആശങ്ക എന്തെങ്കിലും ഇപ്പോൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. NEP നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. NEPയുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയവും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല.